ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒമാൻ മല്ലു. ഒമാൻ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്ററിലേക്കാണ് കേട്ടോ. അവിടെ മസ്കറ്റ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏപ്രിൽ 24 സ്റ്റാർട്ട് ചെയ്തതാണ്. 10 ദിവസത്തെ പ്രോഗ്രാമാണ്. ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വരണമെന്ന് കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നാണ് ഹസ്ബൻഡൊന്ന് ഫ്രീ ആയത്. ഇവിടെ ഓൾറെഡി ഒരുപാട് ആർട്ടിസ്റ്റുകൾ പലതരത്തിലുള്ള ആർട്ട് വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിതിനോട് കുറച്ച് ക്രേസ് കൂടുതലുള്ള കാരണം കുറച്ച് നേരം ഞാൻ ഇവിടെ സമയം ചെലവഴിച്ചതിന് ശേഷം അകത്തേക്ക് കയറാറുള്ളൂ. ഇവിടെ 34 രാഷ്ട്രങ്ങളിലെ 674 ഓതേഴ്സിൻ്റെ 6 ലക്ഷത്തിലധികം വരുന്ന പുസ്തകങ്ങളും സാംസ്കാരിക വേദികളും സംവാദങ്ങളും എഴുത്തുകാരുമായുള്ള ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് വരുന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും സർപ്രൈസ് ആയി. കാരണം ഇവിടെ ഒമാനി കലാകാരന്മാരുടെ ആർട്ട് എക്സിബിഷൻ കൂടി നടക്കുന്നുണ്ടായിരുന്നേ. പല തരത്തിലുള്ള ആർട്ട് വർക്കുകളായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പല തരത്തിലുള്ള, അതായത് ഇപ്പോൾ ഫോട്ടോഗ്രാഫി മുതൽ പെൻസിൽ ഡ്രോയിങ് വരെയുള്ള എല്ലാ തരം ആർട്ട് വർക്കുകളും അവിടെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന എല്ലാ ആർട്ട് വർക്കുകളെയും കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് അവിടെയും ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം അറബിലായിരുന്നതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. എന്തോ തീമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒമാൻ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് കേട്ടോ. പിന്നെയും പലതരത്തിലുള്ള ആർട്ട് വർക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയി. അവിടെയാണ് ശരിക്കും ബുക്ക് ഫെയർ നടക്കുന്നത് കേട്ടോ. ഇവിടെ ഞങ്ങൾ ആദ്യം കണ്ട കാഴ്ച ഒരു റോബോട്ടിക് ഡോഗിനെയാണ്. കുട്ടികളെല്ലാം അതിന് ചുറ്റും നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പുസ്തകമേളോടൊപ്പം തന്നെ കുട്ടികൾക്കായിട്ട് 155 പരം പ്രത്യേക പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. കുട്ടികളുമായി പോയാൽ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല ഗിഫ്റ്റ്സും ഉണ്ട് അവർക്ക്. ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിഗ്രാഫി ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കാലിഗ്രാഫി പെൻസ്, മഷികൾ, പുസ്തകങ്ങൾ, കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാതും അവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു വിശാലമായി പരന്നു കിടക്കുന്ന ഒരു പുസ്തക ലോകമാണ് കേട്ടോ. പലതരത്തിലുള്ള ബുക്കുകൾ, നമുക്ക് ഏത് ടൈപ്പ് ബുക്ക് വേണമെങ്കിലും അതെല്ലാം അവിടെ ഉണ്ട്. പല രാജ്യങ്ങളിലെയും ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങൾ, പിന്നെ വായനയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ എംബ്രോയിഡറിയുടെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അപ്പം തന്നെ അത് ചെയ്തു തരുന്നുണ്ട്. അത് മാത്രമല്ല, അവർ ഓൾറെഡി ചെയ്തു വെച്ച സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുമുണ്ട്. പിന്നെ ഖുർആനുകളുടെയും ഹദീസുകളുടെയും വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇത് ഒമാൻ കൾച്ചറൽ കോംപ്ലക്സിന്റെ മിനിയേച്ചറാണ് കേട്ടോ. ഇവിടെ സുൽത്താൻ കാബൂസിന്റെ ജീവചരിത്രം ഉണ്ടായിരുന്നേ. പിന്നെ ഇവിടെ പലതരത്തിലുള്ള സംവാദങ്ങളും പുസ്തക പ്രകാശനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. ഇതോ ഒരു ഗെയിമാണ്. അവൻ്റെ വാശിക്ക് അവൻ കയറി നിന്ന് കളിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അൽക്കോയറിലൊക്കെ പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി.